വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ, എനിക്ക് കമന്റിൽ ചോദിച്ചൊരു റിക്വസ്റ്റ് ആണ് കട്ട തൈരിന്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അതായത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ, അതുപോലെ ഉള്ള കട്ട തൈരിന്റെ റെസിപ്പി. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബയോട്ടിക് തൈരിന്റെ ആട്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ. അപ്പം യൂഷ്വലി തൈരിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് പ്രോബയോട്ടിക്കിന്, പക്ഷെ നല്ല ഹെൽത്തി ആട്ടോ. കാരണം വയറിനൊക്കെ ഇപ്പൊ പല പല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് ആണ് ഈ ഒരു പ്രോബയോട്ടിക് തൈര്. ഞാൻ യൂഷ്വലി ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എളുപ്പം റെസിപ്പി എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതിനായിട്ട് ഫുൾ ക്രീം മിൽക്കാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഏത് ബ്രാൻഡിന്റെ ആണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമന്റിൽ ചോദിച്ചിരുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ റെസിപ്പി എങ്ങനെയാന്ന് പെട്ടെന്ന് കാണാം. ഓക്കെ, കം ഓൺ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഇതിന് ഫുൾ ക്രീം മിൽക്കാണ് ആവശ്യം. ഞാനിവിടെ എടുത്തേക്കുന്നത് നന്ദിനി ബ്രാൻഡിന്റെ ഫുൾ ക്രീം മിൽക്കാണ്. ഇവിടെ ബാംഗ്ലൂർ ഇതാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ഫുൾ ക്രീം മിൽക്ക് വേണേലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ടോട്ടലായിട്ട് എടുത്തേക്കുന്നത്. അത് ഡയറക്റ്റ് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ പാക്കറ്റ് പാലല്ല നോർമലായിട്ടുള്ള പശുവും പാല് മേടിക്കുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ നല്ല തിക്കായിട്ടുള്ള പാലായിരിക്കണം. തിക്കായിട്ടുള്ള തൈര് കിട്ടാനായിട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പാൽ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ടേ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഫുൾ ക്രീം മിൽക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ നല്ല പാട തെളിഞ്ഞു വരുന്നുണ്ടേ. ഞാനിപ്പോൾ ഈ ഒരു പ്രൊബയോട്ടിക് തൈര് റെഡിയാക്കുന്നത് ഫുൾ ഫാറ്റ് ആയിട്ട് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് ഒട്ടും ഇല്ലാത്ത തൈരാ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം തണുക്കാൻ വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൻ്റെ ആ മുകളിൽ അടിയുന്ന പാട അങ്ങ് റിമൂവ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് തൈര് റെഡിയാക്കിയാൽ മതി. ഇപ്പൊ നന്നായിട്ട് പാല് തിളച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും കേട്ടോ. ഇത് ചെയ്യുമ്പോഴത്തേക്കും പാലിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് തണുപ്പിക്കണ്ട കേട്ടോ, നമുക്ക് അതിന്റെ പരുവത്തിന് തണുപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഇതുപോലെ പ്രോബയോട്ടിക് തൈര് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മിൽക്കി മിസ്റ്റിന്റെ പ്രോബയോട്ടിക് തൈര് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഒന്ന് മേടിക്കും, ബാക്കി പിന്നെ ഞാൻ വീട്ടിൽ തന്നെ റെഗുലർ ആയിട്ട് റെഡിയാക്കും കേട്ടോ. നമ്മുടെ പാൽ ഓൾമോസ്റ്റ് തണുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വിരലിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് ചൂട് വരല്ല, അത്രേ ഉള്ളൂ. നമുക്കിതിലേക്ക് വിരൽ ഫ്രീ ആയിട്ട് ടിപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടിന്റെ ലെവൽ ഉണ്ടല്ലോ, അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു റൂം ടെമ്പറേച്ചറിന്റെ അത്രയും ലെവലിൽ തണുത്തു പോകല്ലോ കേട്ടോ. അതുപോലെ ഞാനിവിടെ തൈര് റെഡിയാക്കാനായിട്ട് എടുത്തേക്കുന്ന ഒരു മൺപാത്രം കേട്ടോ. അല്ലെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീലും ഉപയോഗിക്കാം കേട്ടോ. ഇത് മൂന്നിലും ഏതെങ്കിലും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പാലൊഴിച്ചതിന് ശേഷം ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലൊരു പത അടിയുമല്ലോ, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ പ്രോബയോട്ടിക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ നോർമൽ തൈരാ ചേർത്ത് കൊടുക്കുന്നതെങ്കിലും നല്ല കട്ടിയുള്ള തൈരേ ചേർക്കാവൂ. ഒട്ടും വെള്ളത്തിന്റെ ആ ഒരു ക്വാണ്ടിറ്റി പാടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ആ കട്ട തൈര് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഒരു തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് വിസ്ക് ചെയ്യുന്നുണ്ടേ. ചിലരിങ്ങനെ 2 പാത്രത്തിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും ഒഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ എന്തിനാ ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ മുകളിൽ ഒട്ടും ബബിൾസ് വരത്തില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒട്ടും ബബിൾസ് ഇല്ലാതെ കിട്ടത്തില്ല, അതുപോലെയാണ് നമുക്ക് പ്ലെയിൻ ആയിട്ട് കിട്ടും. നമ്മളിങ്ങനെ അടിച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ ഇങ്ങനെ നിറച്ച് ബബിൾസ് ആയിട്ട് കാണും. അങ്ങനെ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് അടച്ചിട്ട് കുറച്ച് ചൂടുള്ള ഏരിയയിൽ നമുക്കിത് വെക്കണം കേട്ടോ. ഇനി അഥവാ നിങ്ങൾ ഒരു തണുത്ത ക്ലൈമറ്റോ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ എന്തെങ്കിലും ഇട്ടൊന്ന് കവർ ചെയ്ത് വെക്കണേ. ഒരു 6 to 7 മണിക്കൂർ വെക്കണം. ഇപ്പൊ ഇതേ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ തൈരിന്റെ പരുവം. ആഹാ, നല്ല അടിപൊളിയായിട്ടുള്ള കട്ട തൈര് റെഡി ആയിട്ടുണ്ടേ. ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള പ്രോബയോട്ടിക് തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഇത് നല്ല കട്ടിയായിട്ടുണ്ടോ എന്ന്. ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലൂടെ വെച്ചായിരുന്നേ. 4 to 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലൂടെ വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് നല്ല കട്ടിയായിട്ടുണ്ടേ. നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ മുകളിൽ ബബിൾസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലാവും. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്രോബയോട്ടിക് തൈര് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രീമി ആൻഡ് തിക്കായിട്ടുള്ള തൈരാട്ടോ. ഈ കടയിൽ നിന്ന് അധിക വിലയൊന്നും കൊടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് പ്രോബയോട്ടിക് തൈര് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതെല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ നല്ല കേട്ടോ. വയറിന് നല്ല സുഖമാണ് ഈ ഒരു പ്രോബയോട്ടിക് തൈര് കഴിക്കുമ്പോൾ. ഞാൻ പേഴ്സണലി റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.